ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, പുനഃസംഘടന കോൺഗ്രസിൽ കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പുനഃസംഘടനയിലേക്ക് പോകേണ്ടതുണ്ട്. പുനഃസംഘടന എന്നത് ഭാഗികമായിട്ടാണോ പൂർണ്ണമായിട്ടാണോ എന്ന ചർച്ചകളും ചൂടുപിടിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഒത്തിരിയും പാഠങ്ങൾ പഠിക്കാനുണ്ട് ഇനി എന്നാണ്. പഠിച്ചിട്ടും ശരിയായ പാഠം ഉൾക്കൊള്ളാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ കഴിയാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ. കാരണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ്. അങ്ങേയറ്റം, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണത്. കാരണം അടുത്ത തവണ കൂടി കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നില അങ്ങേയറ്റം ദയനീയമായിരിക്കും. അത് ഈ നേതാക്കൾ ഉൾക്കൊള്ളുന്നത് നന്ന് എന്ന് ആദ്യമേ ഞാൻ പറയട്ടെ. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് സംഘടന ബലപ്പെടണം. ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തെ കൊണ്ട്, കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ട് അത് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ പാലക്കാട്ടെ വിജയം, വയനാട്ടിലെ വിജയം അതൊക്കെ ഒരു കാര്യമാണ്. പക്ഷേ വയനാട്ടിൽ ഞങ്ങൾ ജയിച്ചു, പ്രിയങ്ക ഗാന്ധി ഗംഭീര ഭൂരിപക്ഷത്തോടെ ജയിച്ചു, പാലക്കാട്ട് കണ്ടില്ലേ ഞങ്ങൾ വലിയ വിജയം ഭരിച്ചു എന്നൊക്കെ പറഞ്ഞ്, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടിയില്ലേ എന്ന് പറഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെയും അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും നേരിടാൻ പാർട്ടി ശക്തമാണ് എന്ന് കണക്ക് കൂട്ടുന്നത് അടിമുടി തെറ്റാണ് സ്മൃതി. അവിടെ കളി വേറെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, ഞാൻ ഇരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ കാര്യം. തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കിട്ടിയത് 9, ഒരു ഡിജിറ്റ് അക്കമാണ്. 9, 10, 2 ഡിജിറ്റിലേക്ക് കഴിയാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. തിരുവനന്തപുരമാണ് കോൺഗ്രസ്, KSU, യൂത്ത് കോൺഗ്രസ് ഒക്കെ നടത്തുന്ന എല്ലാ സമരങ്ങളുടെയും കേന്ദ്രം തിരുവനന്തപുരമാണ്. ഇവിടെ ഒരു 2 ഡിജിറ്റ് അംഗങ്ങളെ നേടിയെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. എൻ്റെ അർത്ഥം നല്ല പ്രഗത്ഭരായ യുവ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ്സിന് നിർത്താൻ കഴിഞ്ഞില്ല. അതിന് കാരണം KSU, യൂത്ത് കോൺഗ്രസ് എന്നീ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നില പരിങ്ങലിലായിരുന്നു. കോൺഗ്രസ് സംഘടനയുടെ കാര്യം പോകട്ടെ, അതാണ് പ്രശ്നം. അത് തിരുവനന്തപുരത്തെ മാത്രം പ്രശ്നമല്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് കണ്ടതാണ് കഴിഞ്ഞ തവണ. അതാണ് പ്രശ്നം. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അയ്യോ കഷ്ടം, ഇതൊക്കെ പറയാം. പക്ഷേ നേതൃത്വത്തിന് കഴിയേണ്ടത് എല്ലാവരെയും യോജിച്ചു കൊണ്ടുപോകാൻ കഴിയണം. ഒരു നേതാവ് മാത്രം പോരാ, 2 നേതാക്കൾ മാത്രം പോരാ. ധാരാളം നേതാക്കൾ കോൺഗ്രസ് പാർട്ടിക്കെന്നല്ല ഏത് പാർട്ടിക്കാണെങ്കിലും ഉത്തരവാദിത്തോടെ രാഷ്ട്രീയം കളിക്കുന്ന നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം പല നേതാക്കന്മാരുണ്ടാവണം. പലയിടത്ത്, പല സമുദായങ്ങളിൽ നിന്ന്, പല പ്രദേശങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരുണ്ടാവണം. കോൺഗ്രസിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ 2 നേതാക്കളും 2 നേതാക്കൾക്ക് കീഴിൽ അണിനിരക്കുന്ന അണികളുമാണല്ലോ AI ഗ്രൂപ്പ്. പക്ഷേ ഇപ്പോൾ എയുമില്ല ഐയുമില്ല, ആ ഗ്രൂപ്പ് സമവാക്യങ്ങളല്ല. പക്ഷേ ഒരു ശാക്തിക ചേരി ഉണ്ടാകുന്നുണ്ട്. ശക്തനായ നേതാവിന് ചുറ്റും അണിനിരക്കുന്ന ഒരു വലിയ സംഘം ഉണ്ടാകുന്നുണ്ട്. അത് വേറെ രൂപത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ അത് തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം സഹായിക്കുമെന്നുള്ള വിഷയം അവിടെ നിൽക്കും. അല്ല, കോൺഗ്രസിൻ്റെ ഇന്നത്തെ പ്രശ്നം ഈ ശക്തരായ നേതാക്കൾ എന്നൊക്കെ പറഞ്ഞില്ലേ സ്മൃതി, ഇപ്പോൾ അങ്ങനെ ശക്തരായ ഒരു നേതാവും ഇല്ലെന്നുള്ളതാണ്. അതാണ് കോൺഗ്രസിൻ്റെ ബലഹീനതയും ദൗർബല്യവും. കോൺഗ്രസിന് ശക്തരായ നേതാക്കൾ ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. AK ആന്റണി, ഉമ്മൻചാണ്ടി, K കരുണാകരൻ, ഇങ്ങോട്ട് വന്ന് അതിനു മുമ്പ് തന്നെ എത്രയോ നേതാക്കന്മാർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, PT ചാക്കോ, എത്ര പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കാലം പോയപ്പോഴത്തേക്ക് ഇവിടെ അങ്ങനത്തെ പ്രബലരായ, ശക്തരായ, കരുത്തരായ നേതാക്കൾ ഇല്ലാത്ത അവസ്ഥ വന്നിരുന്നു. അന്ന് ഗ്രൂപ്പ് വഴക്കുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അതിനെ കാണുന്നത് ഗ്രൂപ്പ് വഴക്കുണ്ടായിരുന്നു. കരുണാകരൻ്റെ ഒരു ഭാഗത്ത്, അങ്ങപ്പുറത്ത് ആൻ്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ വലിയ കരുത്തരായ തലയെടുപ്പുള്ള നേതാക്കന്മാർ.
പക്ഷേ ആ ഗ്രൂപ്പ് പ്രവർത്തനം നമ്മളൊക്കെ ഒന്ന് കോൺഗ്രസ്സിലൊക്കെ ചേരാൻ നോക്കിയാലേ കോൺഗ്രസ്സിൽ ചേരാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ വേണമെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ചേർന്നോണം. പക്ഷേ ഓർക്കണം, അന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തനം ഗ്രൂപ്പ് പ്രവർത്തനത്തിലൂടെ നടന്നു. ഗ്രൂപ്പ് പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു, ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു, ഒരു രാഷ്ട്രീയ ശാക്തീകരണമായിരുന്നു. അതിലൂടെയാണ് കോൺഗ്രസ് ശക്തിപ്പെട്ടത്. ഇന്ന് അങ്ങനെയുള്ള ഗ്രൂപ്പുകളും കോൺഗ്രസ്സിനില്ല. അതും ഒരു അപജയമായിട്ട് മാറുകയാണ്, അതും ഒരു ദൗർബല്യമായിട്ട് മാറുകയാണ് കോൺഗ്രസ്സിന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കോൺഗ്രസ്സിനെ ആര് രക്ഷിക്കും, എങ്ങനെ രക്ഷിക്കും എന്നുള്ളതാണ് നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെ കാണേണ്ടത്. സ്മൃതി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.